Learn Commerce. Please like, share and subscribe. Hey all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സബ്ജക്റ്റാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് ബാങ്ക്. നമ്മളെല്ലാ സ്ഥലത്തും പോകുന്ന സ്ഥലമാണ് ബാങ്ക്. അപ്പോൾ ബാങ്ക് എന്താണ്, കൊമേഴ്സ്യൽ ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബിസിനസ്സിലുള്ള സ്വാധീനം എന്താണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ത്രൂ ഔട്ട് ഈ സബ്ജക്റ്റിൽ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് അറിയുന്നതാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻസാണ്. ലോണായിട്ടും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻസാണ്, ഫണ്ടാണ്. അപ്പോൾ ഏതൊരു ട്രേഡ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ക്യാഷ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മോഡേൺ ബിസിനസ്സിലെ ബാക്ക് ബോണാണ് ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു ബാങ്കിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഈ ബാങ്ക് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് രണ്ട് വേർഡ്സിൽ നിന്നാണ്. ഇറ്റാലിയൻ വേർഡായിട്ടുള്ള ബാങ്ക അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാങ്ക്യു എന്നുള്ള വേർഡ്സിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് രണ്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ച് ടേബിൾ എന്നാണ്. ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ച് ടേബിൾ എന്നാണ്. നെക്സ്റ്റ്, ഇനി ബാങ്കിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ്. നമുക്കറിയുന്ന ബാങ്ക് അത് തന്നെയാണ്. ബാങ്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻസുമായി ഡീൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ ഡീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും അഡ്വാൻസസ് മീൻസ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൂടാതെ ആൻഡ് അതർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതർ റിലേറ്റഡ് സർവീസസ്, അതിനോടൊപ്പം വരുന്ന പല റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മീൻസ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ നമ്മളെ യൂട്ടിലിറ്റി സർവീസസ്, നമ്മളെ ബാങ്ക് ബില്ലുകൾ ചിലപ്പം ബാങ്ക് അടയ്ക്കാറുണ്ട്. ആ രീതിയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇറ്റ് റിസീവ്സ് മണി ഫ്രം ദോസ് ഹൂ വാണ്ട് ടു സേവ് ഇൻ ദി ഫോം ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇറ്റ് ലെൻഡ്സ് മണി ടു ദോസ് ഹൂ നീഡ് ഇറ്റ്. മീൻസ് മണി, അത് ക്യാഷ് ആർക്കാണോ ക്യാഷ് ആവശ്യമായിട്ടുള്ളത് അവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ആരുടെ കയ്യിൽ നിന്നാണോ ക്യാഷ് അവർക്ക് സേവിങ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് റിസീവ് ചെയ്യുകയും ചെയ്യും ബാങ്ക്. ഇത്രയാണ് മീനിങ് ഓഫ് ബാങ്ക്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നിട്ടുള്ളത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബാങ്കിന് എങ്ങനെയാണ്: ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിത്ഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതെങ്കിലും ഒരു ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്? ലെൻഡിങ്ങിന് വേണ്ടിയിട്ട്, ക്യാഷ് കടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക. ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ്, അവരെപ്പോൾ ക്യാഷ് വേണം എന്ന് പറയുമ്പോഴും ആ ഡിമാൻഡിനനുസരിച്ച് അവർക്ക് റീപേ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യാനുസരണം ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയോ വേറെ ഏതെങ്കിലും രീതിയിലോ ക്യാഷ് വിത്ഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കുക. ഇത്രയും ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്കിങ്, അല്ലെങ്കിൽ ഈ ഒരു സർവീസിനെയാണ് ബാങ്കിങ് എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്ക് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് പറയാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്: ഡീലിംഗ് ഇൻ മണി, നമ്മളിപ്പോൾ പറഞ്ഞു ക്യാഷ് ആയിട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് അതർ പീപ്പിൾസ് മണി, മറ്റുള്ളവരുടെ ക്യാഷും ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മണി ഗിവൺ ബൈ ഡെപ്പോസിറ്റേഴ്സ് കൊടുത്തിട്ടുള്ള ക്യാഷുമായി ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറയുന്ന നെക്സ്റ്റ് ഫീച്ചറാണ് ഇൻഡിവിജ്വൽ ആവാം, ബാങ്കിങ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, ഫേം ആവാം, കമ്പനി ആവാം. എ ബാങ്ക് മേ ബി എ പേഴ്സൺ. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ബാങ്കിങ് സർവീസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഫേം, പാർട്ട്ണർഷിപ്പ് ഫേംസ് അല്ലെങ്കിൽ കമ്പനി ഫോമിലുള്ള ബാങ്കുകൾ എക്കണോമിയിലുണ്ട്. എ ബാങ്കിങ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഇൻ ബിസിനസ് ഓഫ് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ വിളിക്കുന്നതാണ് ബാങ്കിങ് കമ്പനി. തേർഡ് ഫീച്ചറാണ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. നമുക്കറിയാം ബാങ്ക് ഡെപ്പോസിറ്റുകൾ റിസീവ് ചെയ്യും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്. ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരീഡ്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ്, എക്സ്പയറിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റീപേ ചെയ്യുന്നത്. അതല്ല
സാധാരണ സേവിങ് ഡെപ്പോസിറ്റ് ഒക്കെ ആണെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്ത് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ റീപേ ചെയ്യും. ആ രീതിയിൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് വൺ ഗിവിങ് അഡ്വാൻസസ്. അഡ്വാൻസസ് മീൻസ് ലോൺസ് ആണ്. ബാങ്ക് ലെൻഡ്സ് ഔട്ട് ഓഫ് മണി ഇൻ ദ ഫോം ഓഫ് ലോൺസ് ടു ദോസ് ഹൂ റിക്വയർ ഇറ്റ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിനെ ലോണിന് വേണ്ടിയിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് അവർ റിസീവ് ചെയ്യുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് അഡ്വാൻസുകൾ ഗിവ് ചെയ്യുന്നത് മീൻസ് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും ബാങ്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ. ബാങ്ക് പ്രൊവൈഡ്സ് ഈസി പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റി. ബാങ്കിൽ ഈസി ആയിട്ട് പേയ്മെൻറ്റ്സ് നടത്താനും അതുപോലെ തന്നെ വിഡ്രോവൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇത് കൂടാതെ ബാങ്ക് ചെയ്യുന്നതാണ് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ബാങ്ക് പ്രൊവൈഡ് വേരിയസ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ദ ഇൻക്ലൂഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ഏജൻസി സർവീസസ്, ഇങ്ങനെയുള്ള അതർ സർവീസസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മീൻസ് ബാങ്ക് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്ത് ചില സമയത്ത് നമ്മളെ ബില്ല് അടയ്ക്കാറുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റുകൾ ഈ സെക്യൂരിറ്റീസിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റുകൾ കളക്ട് ചെയ്യാറുണ്ട്. ആ രീതിയിലുള്ള പല രീതിയിലുള്ള ഏജൻസി അല്ലെങ്കിൽ യൂട്ടിലിറ്റി സർവീസസ് ബാങ്ക് ചെയ്യാറുണ്ട്. 7th വൺ പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷനാണ്. ബാങ്കുകൾ ഒരിക്കലും പ്യുവർ ആയിട്ടുള്ള സർവീസ് അല്ല ഉദ്ദേശിക്കുന്നത്. അവർ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഈസ് എ പ്രോഫിറ്റ് സേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ബാങ്കിങ് ഫങ്ഷൻസ് ചെയ്യുന്നത്. എവർ ഇൻക്രീസിങ് ഫങ്ഷനാണ്. മീൻസ് ബാങ്ക്സ് പണ്ട് കാലങ്ങളിൽ എന്താണ് ജസ്റ്റ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും, ലോണ് കൊടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ടൈമിൽ ഇപ്പോൾ ഒക്കെ ബാങ്ക് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷനും വരുന്ന ഒരു ഫീൽഡാണ് ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഇപ്പോൾ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 9th പോയിന്റ് കണക്റ്റിംഗ് ലിങ്ക് ആണ്. ബാങ്ക്സ് ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബോറോവർ ആൻഡ് ലെൻഡർ ഓഫ് മണി. മീൻസ് ബാങ്ക് ചെയ്യുന്നൊരു കാര്യമാണ് കൂടുതൽ ക്യാഷ് കയ്യിലുള്ള ആളുകളെടുത്തുനിന്ന് മീൻസ് അല്ലെങ്കിൽ സർപ്ലസ് മണിയുള്ള ആളുകളെടുത്തുനിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് വെച്ചിട്ടാണ് അവർ ക്യാഷ് ആവശ്യമുള്ള ആളുകൾക്ക് കടം കൊടുക്കുന്നത്, മണി ലെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയാം ലെൻഡറും മീൻസ് ക്യാഷ് കൊടുക്കാൻ താല്പര്യമുള്ള സർപ്ലസ് മണിയുള്ള ആളുകളും അതുപോലെ ക്യാഷിൻ്റെ കുറവുള്ള സ്കാർസിറ്റി ഉള്ള ബോറോവേഴ്സിനെയും മീറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യിക്കുന്നത് ബാങ്ക്സ് ആണെന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് ബാങ്കിങ് ബിസിനസ് ആണ്. ബാങ്ക്സ് മെയിൻ ആക്ടിവിറ്റി ഷുഡ് ബി ടു ഡു ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് ആണ് എ ബാങ്ക് ഷുഡ് നെയിം ഐഡൻറ്റിറ്റി മീൻസ് എ ബാങ്ക് ഷുഡ് ഓൾവേസ് ആഡ് ദ വേർഡ് ബാങ്ക് ടു ഇറ്റ്സ് നെയിം ടു ഇനേബിൾ പീപ്പിൾ ടു നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബാങ്ക് ദാറ്റ് ഈസ് ഡീലിംഗ് ഇൻ മണി. മീൻസ് ബാങ്ക് ഒരു സ്ഥാപനം ബാങ്കിങ് ഫങ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അത് അതിൻ്റെ പേരിൻ്റെ കൂടെ ബാങ്ക് എന്നുള്ള വേർഡ് ആഡ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ആളുകൾക്ക് അതൊരു ബാങ്കിങ് ബിസിനസ് ആണെന്നും അവർ ഡീൽ ചെയ്യുന്നത് ക്യാഷ് ആണെന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ്. ഫസ്റ്റ് വൺ, ബാങ്ക്സ് മൊബിലൈസ് സ്മോൾ സ്കാറ്റേർഡ് ആൻഡ് ഇഡിൽ സേവിങ്സ് ഓഫ് പീപ്പിൾ ആൻഡ് മേക്സ് ദം അവൈലബിൾ ഫോർ പ്രൊഡക്റ്റീവ് പേർപ്പസ്. മീൻസ് നമ്മളെ കയ്യിൽ ചിലപ്പോൾ 1000 രൂപയായിരിക്കും സർപ്ലസ് ആയിട്ടുണ്ടാവുക, 200 രൂപയ്ക്ക് സർപ്ലസ് ഉണ്ടാവുക. അപ്പോൾ പലരുടെയും കയ്യിൽ വളരെ ചെറിയ എമൗണ്ടൊക്കെ സർപ്ലസ് ആയിട്ടുണ്ടാവും. ബാങ്ക് ഒരു അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പല ആളുകളിൽ ഉള്ള ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള സേവിങ്സ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് അത് പല രീതിയിലുള്ള പർപ്പസിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതൊരു ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാങ്ക് ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള സേവിങ്സിനെ കളക്ട് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ബൈ ഓഫറിങ് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റേഴ്സ് ബാങ്ക്സ് പ്രൊമോട്ട് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നുകൊണ്ട് ബാങ്ക് നമ്മളൊക്കെ എന്ത് ചെയ്യാണ്? സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, ബൈ ആക്സെപ്റ്റിംഗ് സേവിങ്സ് ബാങ്ക് പ്രൊവൈഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ടു ദി സർപ്ലസ് മണി. മീൻസ് നമ്മൾ കയ്യിൽ ക്യാഷ് വെച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ സെക്യൂർ ആണ് എമൗണ്ട്, നമുക്ക് എപ്പം വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം സേവിങ്സ് സ്വീകരിക്കുന്നതിലൂടെ ബാങ്ക് നമുക്ക് സെക്യൂരിറ്റിയും സേഫ്റ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ,
ബാങ്ക്സ് പ്രൊവൈഡ് കൺവീനിയൻറ്റ് ആൻഡ് ഇക്കണോമിക്കൽ മീൻസ് ഓഫ് പേയ്മെൻറ്റ്. ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ക്യാഷ് ബ്ലോക്കായി പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ക്യാഷ് തിരിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള പേയ്മെൻറ്റ് സർവീസുകളാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാം. നെക്സ്റ്റ് വൺ, ബാങ്ക്സ് ഫെസിലിറ്റേറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് വളരെ ഈസിയാണ്. നമുക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ആളുകൾക്ക്, അങ്ങനെ ദൂരെയുള്ള ആളുകൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്രം അൺയൂസ്ഡ് റീജിയൻസ് ടു യൂസ്ഫുൾ റീജിയൻസ്. മീൻസ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഇപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ താമരശ്ശേരിയിലുള്ള ആളുകൾക്കല്ല SBI ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഈ ഒരു പ്ലേസിൽ തീരെ ക്യാഷിന് ആവശ്യമില്ല, അല്ലെങ്കിൽ ആളുകൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഫണ്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ദൂരെയുള്ള പല ആളുകൾക്കും അവൈലബിൾ ആവുന്നുണ്ട്. നെക്സ്റ്റ്, ബാങ്കിങ് ഹെൽപ്സ് ട്രേഡ്, കോമേഴ്സ്, ഇൻഡസ്ട്രി എല്ലാത്തിനെയും, അഗ്രികൾച്ചർ എല്ലാത്തിനെയും ബാങ്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് കണക്ട്സ് സേവിങ് പീപ്പിൾ ആൻഡ് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പീപ്പിളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പീപ്പിളിനെയും കണക്ട് ചെയ്യുന്ന ബാങ്കാണ്. ലാസ്റ്റ് വൺ, ത്രൂ ദെയർ കൺട്രോൾ ഓവർ ദ സപ്ലൈ ഓഫ് മണി, ബാങ്ക്സ് ഇൻഫ്ലുവൻസ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, എംപ്ലോയ്മെൻറ്റ്, ഇൻകം ലെവൽ ആൻഡ് പ്രൈസ് ലെവൽ ഇൻ ദി ഇക്കണോമി. മീൻസ് ക്യാഷ് എത്ര ലോൺ കൊടുക്കണം, എങ്ങനെ ലോൺ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ബാങ്കാണ്. അപ്പം ഇക്കണോമിയിലേക്ക് ഫണ്ടിൻ്റെ ഫ്ലോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ബാങ്കിനുണ്ട്. മീൻസ് ബാങ്കാണ് തീരുമാനിക്കുന്നത് ലോൺ ഇപ്പം കൊടുക്കണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബാങ്ക് ഇക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയും എംപ്ലോയ്മെൻറ്റിനെയും ആളുകളുടെ ഇൻകം ലെവലിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. Thank you.